ടൈമാ സമയമില്ല ആ ചെറിയ ഫോണത്തിന് ചെറിയ ഫോണത്തിന് ആ ഓയിൽ കൊടുക്കും ആ ഓയിൽ കൊടുക്കും ആ തലയിൽ കൊടുക്കും ഞാൻ ഒരു ദിവസം ഞാൻ കാണിച്ചത് പറ്റും. അപ്പൊ ഞാൻ പറയാൻ പോലെ കാര്യം രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇതിന് ഒരുക്കണമെങ്കിൽ തന്നെ വേണം ഒരു ഇങ്ങനെ സമയം. നല്ല കുട്ടിയാണ് ഞാൻ അവിടെ നിന്നും വരരുത് കല വരുന്നുണ്ട് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പറയുന്നത് ഇപ്പച്ചിന്റെ ഒരു തീരുമാനം സ്വാമി ഗേൾഫ്രണ്ട് ഉണ്ട് നൈനു ഒന്ന് സത്യ നൈനു മാത്രം. ഷക്കീല കുറെ ആൾക്കാർ ഗേൾഫ്രണ്ടാണ് സത്യം. ജാസും നമ്മളെ വീഡിയോസിൽ ഇടുന്നതാണല്ലേ. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുതിയൊരു യൂട്യൂബറാണ്. പുതിയ യൂട്യൂബർ എന്നൊന്നും പറയണമെന്നില്ല, അല്ല പുതിയ യൂട്യൂബറാണെന്നല്ല. ആകെ 13K സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ഒരുപാട് വീട്ടുജോലി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ സമയമൊന്നുമില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ യൂട്യൂബിലോട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ലാഗിങ് ആയി തോന്നുകയാണെന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴത്തെ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അച്ഛൻ്റെ ഇന്നലെ എനിക്ക് കുറേ ആളുകൾ വാട്സപ്പിൽ എനിക്ക് 1-2 വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ഭാര്യയുടെ അവിഹിതം കാരണം മക്കളെയും കൊണ്ട് ദുബായിലേക്ക് വരേണ്ടി വന്ന യൂട്യൂബർ ഫാത്തി. 13K സബ്സ്ക്രൈബറുള്ള എന്നെ 350ഓളം K സോക്ഷ ഓക്കെ 350Kയിലേക്കാട്ടും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളെന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്ത് കൊടുക്കും. കാരണം ഇത് പബ്ലിക്കിൽ ഇടുന്ന വീഡിയോസ് അല്ല. നിങ്ങൾ ചിലപ്പം അത് റിയാക്ട് ചെയ്യും, ഇല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ടോപ്പിക്കായിട്ട് ഇടും.
പക്ഷെ ഞാനതല്ല പറയുന്നത്. ഈ 13K ഉള്ള ഒരാളെ നമ്മൾ എപ്പോഴും മുകളിലുള്ള ഒരാളെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇതാക്കുക. പക്ഷെ എന്നെ ഏറ്റവും താഴെ തട്ടി നിൽക്കണ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു റിയാക്ട് വീഡിയോ എടുത്തിട്ട് ആണോ. ഇനി രണ്ടാമത്തെ കാര്യം, വേറൊരാൾ ഇതേ മരിക്കുന്ന ഒരു അരുൺ പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ആരാണെന്നുള്ളത് ഞാൻ ഇത്രയും കാലം ഞാൻ 10-36 കൊല്ലം ഞാൻ യൂട്യൂബ് യൂസ് ചെയ്തിട്ട്, അതായത് ജനിച്ചിട്ട് ഇത്രയും നാൾ യൂട്യൂബ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന അക്കൗണ്ടൊക്കെ ഇന്നും ഇന്നലെയാണ് കാണുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഒരാളെ വീഡിയോസിൽ പോയിട്ട് എത്തി ഒരു പെണ്ണ് പോയിട്ട് കമൻ്റ് ഇട്ടിരിക്കുകയാണ്, എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു, എനിക്ക് തോന്നി ആൾക്കാണ് അവിഹിതം, ബട്ട് അയാൾക്ക് ഭാര്യയല്ല ഇട്ടിട്ടുണ്ട്, ഭാര്യ കുറ്റം മാത്രം, ആൾക്ക് ഭാര്യ മറ്റുള്ളത് അവിഹിതം വേണം, ആൾക്ക് ഭാര്യ വേണം, മറ്റുള്ളവരെ ഇതും വേണം. ഇത് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫ്ന 7708 അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവരെ ഫോട്ടോ കാണിക്കുന്നതിനും ഇല്ലെങ്കിൽ അവരെ ID കാണിക്കുന്നതിനും എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ട് തോന്നുന്നില്ല. ഇതാണ് അവരെ ഫോട്ടോ. ഈ വ്യക്തി എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നലെ എന്ത് ചെയ്ത്, ഈ ഷഫ്നാൻ്റെ ഈ അക്കൗണ്ട് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോയി. ഇങ്ങനത്തെ ഒരു പൂമുത്തോള് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അവിടെ ഞാൻ ചെന്ന് നോക്കുമ്പം ഷീസ് മൈ ഫ്രണ്ട്, അതായത് അവൾ എൻ്റെ ഫ്രണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ എന്നിട്ട് ഞാൻ പോയി നോക്കി, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കി. മെസ്സേജ് ഒന്നും ഞാൻ അയച്ചിട്ടില്ല ആൾക്ക്. പിന്നെ ഞാൻ നോക്കിയത് കണ്ടു കഴിഞ്ഞാൽ അവരെൻ്റെ ഫ്രണ്ടാണല്ലോ. അപ്പം ഞാൻ അൺഫോളോ ഞാൻ ചെയ്തപ്പോൾ അവരിതിൽ കാണുന്നത് ഫോളോ ബാക്ക് എന്ന് എഴുതിയിട്ടാണ്. ഇതല്ലോ ഇങ്ങനെയാണ് എഴുതി കാണിച്ചത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാനാണോ അങ്ങോട്ട് ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ ആ പൂമുത്തോളാണോ എന്നെ ഫോളോ ചെയ്തതെന്നുള്ളത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇതാണ് ആ സ്ക്രീൻഷോട്ട്. ഓക്കെ, എനിവേ ഞാൻ അൺഫോളോ ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്നിട്ട് ഇന്നലെ അവർക്ക് മെസ്സേജ് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് മോശം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഈ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനുള്ളതാണ്, അത് അയക്കും, താല്പര്യം ഉണ്ടെങ്കിൽ മിണ്ടാൻ താല്പര്യമില്ലേ മിണ്ടണ്ട. പിന്നെ ഇതിലൊരാൾ എന്നോട് വന്നിട്ട് നിങ്ങൾ നല്ലവനാണോ എന്ന് പറയണ്ട, കാരണം നീ ആരാണെങ്കിലും അത് എത്രത്തോളം നിങ്ങൾ എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈയിടായിട്ട് വേറെ ഒരാൾ പറയുകയാണ്, ഈയിടായിട്ട് കൈസിക്കാടെ വീഡിയോ തീരെ നിലവാരം ഇല്ലാത്തതുപോലെ തോന്നുന്നു, കണ്ടന്റ് ക്ഷാമം ഉള്ള പോലെ. ശരിയായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം 13K ഉള്ള എന്നെ വന്നിട്ട് 350K ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കണ്ടന്റിന്റെ ഒരു കുറവാണ് സംഭവം. ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ പിരിയഡ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആശയമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. പറ്റാത്ത ഒരാളാണ് വെച്ചെങ്കിൽ മിണ്ടാണ്ട് ഒഴിവായി പോവുക. അവൻ്റെ വായിൽ നിന്ന് വൃത്തികെട്ട് ഇതൊക്കെ വരുള്ളൂ. അതൊരു വേറൊരു അശ്മില അവൻ നല്ലതല്ല. ഇവിടെ ഉമ്മാൻ്റെ കൂടെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തിരിക്കണം, മറ്റേ വീഗാലാൻഡിക്ക് ടൂർ ചെയ്യണം. അതുകൊണ്ടാണ് അതിന് പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ കൊണ്ടുപോകുന്നത് കാറിലും തിരിച്ചു വരുന്നത് ബസ്സിലുമാണ്. അതിൻ്റെ ചെറിയൊരു പടക്കമുണ്ട് കുത്തിയൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ വായിൽ വരുന്നത് നല്ലതല്ലാണ് പറഞ്ഞത്. പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി പ്ലാൻ ആയിരിക്കും, ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഞാൻ റീച്ചിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നീയാണ് കുറേ കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് എക്സ് ഭാര്യ എക്സ് ഭർത്താവ് എന്ന് റീൽസ്. പിന്നെ വേറെ വന്നിട്ടുള്ളൊരു കാര്യം, പ്രിയപ്പെട്ട കൈസ്, ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു പ്രേക്ഷകയാണ്, അതായത് പെണ്ണാണ്, പ്രേക്ഷകയാണ്. എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒരുത്തനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല അവരോട് സപ്പോർട്ട് ചെയ്ത് ഇന്ന വീഡിയോ ആണ്. ഇതിൻ്റെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഊക്കാൻ ഞാൻ തന്നെ മതി. പുറത്തുനിന്നുള്ള ഊക്കൽസിന് ഞാൻ കൊടുക്കാറില്ല സംഭവം. പിന്നെ ജീവിതം മുന്നോട്ട് പോവാണ്. എനിക്ക് എപ്പോഴും ഒരു അവസരം കിട്ടിയാൽ തിരിച്ച് ഞാൻ നല്ലൊരു ഊക്കിൽ ഊക്കുക. നാളെ സമൂഹത്തിൽ മുന്നിൽ ആ പെണ്ണിന് ജീവിക്കണ്ടേ. ഇത് ഞാൻ ഇപ്പം കൊടുക്കുന്നത് മറിയ മെഹക്ക്, അതായത്
അത് ഈ ഒരു കമന്റ് ഇട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഷീസ് മൈ എക്സ് വൈഫ്. ഓക്കെ, എൻ്റെ എക്സ് വൈഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഇയാളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കും? എന്നെ കുറിച്ച് അറിയാനൊന്നുമില്ല. സമൂഹത്തിൽ എല്ലാവരും നടക്കുന്ന പോലെ തന്നെ നടക്കുന്നത്, മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പോൾ പഠിച്ചോ എനിക്കാട്ട് വലിയൊരു കഴുതപ്പൂ എനിക്ക് തന്നിട്ടില്ല, സാധാരണ ഉള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് വീണ്ടും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഒരു പെണ്ണാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാളെ കൂടെ ജീവിച്ച് കുറ്റം ആ വഴി നഷ്ടപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ. അവൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ജോലി ചെയ്ത് വരികയാണ്. മാന്യമായി അവളെ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടുകാരെ ജീവിക്കുന്നു. ഇവനെ സംസാരം കേട്ട തോന്നി ഇവൻ ആരുടെയും കൂടെ ഒളിച്ച് കൂടി പോയാലേ. ഇവനെ പേഴ്സണലി അവരോട് ഒരുപാട് വ്യക്തി വൈരാഗ്യം ഉണ്ട്. അതേ ഇതില് ഇവർ പറയുന്ന വ്യക്തി വൈരാഗ്യം ഉണ്ടെന്നുള്ളൂ. എനിക്ക് അവരോട് ഒരു വ്യക്തി വൈരാഗ്യമില്ല. എന്നാൽ 12 കൊല്ലം ജീവിച്ചിട്ട് എനിക്ക് വ്യക്തി വൈരാഗ്യമില്ല. ഇപ്പം എനിക്ക് വൈരാഗ്യമുണ്ട്. പക്ഷെ അത് ഒരിക്കലും അവരെ മോശമായിട്ട് പറയാനോ ഇല്ലെങ്കിൽ അവരെ 4 ആൾക്കാരുടെ തരം താഴ്ത്താനോ ഇല്ല. പക്ഷെ ഇങ്ങൾക്ക് അറിയാത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളും ഇവളെ ആങ്ങളെയും കൂടിയിട്ട് എന്നെ 240 ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ട് വളരെ മോശമായിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി വന്നത് അവിടെ. ഞാനും എൻ്റെ മക്കളെ ജീവിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പൊ ഈ ഒരു 2 വർഷമായിട്ട് വളരെ മോശമായിട്ട് ഇവളും ഇവളെ ആങ്ങളുടെ ഐഡിയ കാണിച്ചു തരാം. ഈ കെൻസിക്കാണ് പറഞ്ഞ ആളെ ഐഡിയ തന്നെ വന്നിട്ടുണ്ടാവും. സിറാജ് PT എന്നിട്ടൊരു മുത്തുമോൻ അല്ലേ, അവനും അവളും പാടെ കൂടിയിട്ട് എന്നെ 240 ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഞാൻ ഈ പിഞ്ചു മക്കളെ ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നതാണ്, ഞാൻ കൊല്ലാൻ കൊണ്ടുവന്നതാണ്, ഞാൻ മിഠായി മേടിച്ച് കൊണ്ടുവന്നതാണ്, കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണ്, തട്ടിക്കൊണ്ടത്. ദുബായിക്കാണ് കുട്ടികളെ തട്ടിക്കൊണ്ടത്. പിന്നെ ഇത് എൻ്റെ മക്കളല്ലേ, എനിക്കെന്തിനാ തട്ടിക്കൊണ്ടേണ്ട കാര്യം എന്താണത്? നിങ്ങൾ പറയും. എനിക്ക് എൻ്റെ മക്കളെ വല്ലയിടത്തും കൊണ്ടുപോകണമെങ്കിൽ നാട്ടുകാരെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഓളെ ആങ്ങളുടെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഓളെ തന്തൻ്റെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഓളെ തള്ളൻ്റെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ഇതിന് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഏതെങ്കിലും അമ്മായിമാരെ ഇല്ലെങ്കിൽ മറ്റേ കമന്റ് ഇടുന്ന അമ്മായിമാരെ പെർമിഷൻ വേണം. ഇല്ലല്ലോ. ഞാനാണ് ഉണ്ടാക്കി, ഞാൻ നോക്കാൻ കൊണ്ടുവന്ന 2 വർഷമായിട്ട് എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന, എനിക്ക് കിട്ടുന്നതിൽ അതിൽ മുക്കാ ഭാഗം തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ഡ്രസ്സായിട്ടും ഫുഡായിട്ടും അവരുടെ ലൈഫ് എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നു. ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് നാളെ കിട്ടുമെന്നുള്ളതല്ല. പക്ഷെ നമ്മളിപ്പം എങ്ങനെ ഇപ്പം ഇതിന് എക്സ്പ്ലനേഷൻ തരേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. മനസ്സിലായോ? നാട്ടിൽ പോകണം അപ്പൊ ഇക്കൂടെ ഉണ്ട് ഐസിനെ നമ്മൾ കൊണ്ടുവരുമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു എവിടെയാണ് പറയില്ലേണോ? എന്നിട്ട് ഇച്ചറിയില്ല. ഇനി എന്താ പ്രശ്നം വെച്ച് ഇത് പോയാല്? കാണുന്ന വിചാരം. ഇപ്പൊ ഞാൻ എന്താ ചെയ്ത് തരണ്ട? എനിക്ക് നാട്ടിൽ പോകണം. നാട്ടിൽ പോകണ്ട. എവിടെ കാക്കുപ്പിച്ച് ചെവി പിടിച്ചതാക്കിയത്? നമുക്ക് കാക്കുപ്പിച്ചിനെ ഒക്കെ ശരിയാക്കി തരാം. അപ്പം ഞാനിപ്പം ഓക്കെ കാക്കുപ്പിച്ചിന് തരാം. അപ്പം ഇതിൽ തന്നെ വേറെ കമന്റ് പറയുന്നുണ്ട്. എന്തിനറിയോ? അത് അവൻ തീർക്കുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹാറാസ്മെന്റിന് ഇരയാക്കുന്നു. എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ എക്സ് വൈഫിന് ഞാൻ മോശമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത് തുടങ്ങി വെച്ചത് അവർ തന്നെയാണ്. മനസ്സിലായോ? അവർ തന്നെയാണ് ഇത് തുടങ്ങി വെച്ചത് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ. അത് ചോദിച്ചു നോക്കിയാൽ മതി. എൻ്റെ അടുത്ത് തെളിവുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്ര വന്ന് പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ ഈ കാണുന്ന ആളുകളും ഈ വീഡിയോ ഇടുന്ന ആളുകളും അത്ര വലിയ പെർഫെക്റ്റ് ഒന്നല്ലല്ലോ. അല്ല, ഞാനും അല്ല.
അപ്പൊ എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഉപകാരപ്പെടാത്തൊരു ഭാര്യയാണ് നച്ചത്. ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ നോക്കും. അതിനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരാളായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ പള്ളി കമ്മിറ്റിയിലും നിങ്ങളെ ഉണ്ടാക്കിയ തന്തനോടും ഉണ്ടാക്കിയ തള്ളനോടും അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത് ആണോ? നിങ്ങളെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തം ഉമ്മാനോടും ബാപ്പാനോടും പോയി പറഞ്ഞിട്ട് ഉമ്മ ബാപ്പ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് ഞാൻ അവരെ പ്രേമിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രേമിക്കൽ സൗണ്ട് വെക്കുന്നതിനും ആണോ? ഇത് വേറെ വല്ലവരും ചെയ്താൽ അഭിനയം, ഞാൻ ചെയ്ത അഭിഹിതം. പിന്നെ കുറച്ച് അമ്മായിമാര് വന്നിട്ട് ഇത് ഞാൻ കമന്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ അല്ലെങ്കിൽ ആ മോശമായിട്ട് കമന്റ് ഇട്ടാൽ ഞാൻ അതിന് ഫോട്ടോ സൈഡിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടും. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വലിച്ചിട്ട് വെക്കാം. പിന്നെ ഈ രണ്ട് വ്യക്തികളോട് ഞാൻ പറയാനുള്ളത്, നമ്മളെ വീഡിയോസ് ഇട്ടോളി, എന്നെ നോക്കിക്കോളി. എന്നെ ഞാൻ തന്നെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നിങ്ങളെ നോക്കൽ എനിക്ക് എത്ര വലിയ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇൻഫ്ലുവൻസറൊന്നുമല്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്. എൻ്റെ പിള്ളേരെ നോക്കി സമാധാനമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയിട്ടുള്ളത് ഞാനാണ് നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എവിടെയും പോയിട്ട് അവിടുന്ന് കൊണ്ട് പിടിച്ചോന്നുണ്ട് സംഭവം. അതൊരു സമാധാനമായിട്ട് കേൾക്കുകയാണെങ്കിൽ പറഞ്ഞു തരാൻ എനിക്കൊരു താല്പര്യമുണ്ട് സംഭവം, മനസ്സിലായോ? അല്ലാണ്ട് അതിനെ വേറെ രീതിയിൽ കൂടെ ചിത്രീകരിച്ചിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇപ്പം ഈ കെൻസി എന്ന് പറഞ്ഞ ആളെന്നെ വീഡിയോ ഇട്ടപ്പം ഇതിന് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് കൊടുക്കുന്നു. എന്താ ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല ബ്രോ, ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാൻ കണ്ടപ്പോൾ റിപ്ലൈ ഒന്നും തന്നെ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇതിൽ എനിക്കൊരു മലവും ഉണ്ടായിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടാവാനുണ്ട് തോന്നില്ല. പനി പിടിച്ചിട്ട് ആകെ തൂങ്ങിപ്പോയി. പിന്നെ വേറെ ഇപ്പം എന്താ ഉള്ളത് വിശേഷങ്ങൾ? രാവിലെ നീച്ചിട്ട് നല്ല രീതിയിൽ മുടിയൊക്കെ ഇവിടെ തുടങ്ങാനാണ് ഇവിടെ ഇതുണ്ട്, അത് ശരിയായില്ലെന്ന് എനിമ ഇവിടെ പുറത്തു പോരുണ്ടോ? യു മൈ ബേബി നോക്കാം. ഓടിവാ 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 ഓടിവാ, ഞാൻ കണ്ണു മുമ്പത്തിന് ഓടിവാ. പിന്നെ എന്നോട് എനിക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ 5 വയസ്സായ മോളും ഈ ക്യാമറ എടുക്കുന്ന മോനുമാണ്. അവന് 12 വയസ്സായി. അവരാണിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനമായിട്ട് ഇരിക്കുക. ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ റിപ്ലൈ ആയിട്ട് വന്നതാണ് സംഭവം. പിന്നെ ഇതില് വേറെ ഇപ്പം എന്താ ഉള്ളത്, കുറേ കാര്യങ്ങൾ പറയണ്ടാന്ന്. ഞാനാണെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കറക്റ്റായിട്ട് തലയും കിട്ടുന്നുണ്ട്. ഇത് വേറെ ഭാര്യയുടെ അഭിഹിതം പൊക്കിയ ഭർത്താവ് കുട്ടി കിണയും കൊണ്ട് ദുബായി പോയി. ഫാത്തി 1717 ആൾക്കാർ കണ്ടു, 17 മണിക്കൂർ, 91K ആളുള്ളൊരുത്തൻ 13K ആള് 13K എന്ന് തന്നെ വന്നിട്ട് എനിക്ക് ഇതിലാണ് കോമഡി ആയിട്ട് തോന്നിയത്. അപ്പൊ എനിവേ നമുക്ക് നല്ല നല്ല വീഡിയോസുകളായിട്ട് മുന്നോട്ട് പോവാം. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൽ വന്ന് ചൊറിയുന്നത് ഈ ഇവിടെ അളിയനും ഇവിടെ ആങ്ങളെയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള കമന്റുകൾ കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുള്ളൂ. എനിക്കത് കഴിഞ്ഞതും ഞാൻ ഒഴിവാക്കി. അപ്പൊ നോക്കിയാൽ 1/2 മണിക്കൂർ ഇപ്പം ഞാൻ ഇവിടെ സ്റ്റെക്കായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ 1/2 മണിക്കൂർ പോകില്ല. എന്നിപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഞാൻ നോക്കട്ടെ. Okay, bye bye. See you.